നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഇരിക്കുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ കുട്ടി തനിച്ച് പാടട്ടെ. അല്ല മാം, പിണക്കവും ദേഷ്യമൊന്നും അല്ലടോ. ഞാൻ മോളെ പോലെ തന്നെയല്ലേ കാണുന്നത്, പിന്നെന്താ? മാഡം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാലും എന്നെ പോലൊരാളൊക്കെ നോക്കുമോളെ, എനിക്കൊരാളെ കുറിച്ചൊരു കാര്യം തോന്നിയാല് അതിൽ പിന്നെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. മോളെ പോലെയല്ല, മോള് തന്നെ. വന്നേ. ആ നമസ്കാരം മാഡം. ഗുഡ് മോർണിംഗ്. നമുക്ക് തുടങ്ങാലോ അല്ലേ? പിന്നെന്താ, തുടങ്ങാം. രാധിക, മോൾ അങ്ങോട്ടിരുന്നോ. ഡബിംഗ് കാണണമെന്നുണ്ടോ? വേണ്ട മാഡം, ഞാനിവിടെ ഇരുന്നോളാം. ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവും, ഞാൻ വന്നോളാം. വരൂ. മാഡം, ഇത് ടീന. യൂണിവേഴ്സിറ്റി കലോത്സവത്തില് ഇത്തവണ ടീനയ്ക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. മോള് ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ടല്ലോ? ഉണ്ട് മാഡം. എത്ര വർഷമായി? ഞാൻ 5 വയസ്സ് മുതലേ പഠിക്കുന്നുണ്ട്. ഓ, മിടുക്കി. പാടാനുള്ള ഓഫർ എപ്പോ വേണമെങ്കിലും വരാം. പക്ഷേ സംഗീത പഠനം ഒരു കാരണവശാലും നിർത്തരുത്. സംഗീതം ഒരു സമ്പത്താ. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന സമ്പത്ത്. ഇതെന്റെ അച്ഛനാണ് മാഡം. മാം, കുട്ടി ഓക്കെയാണ്. നേരെ ടേക്കിലേക്ക് പോണോ അതോ ഒരു ജോയിൻ റിഹേഴ്സൽ വേണോ? അതിനെന്താ, നമുക്ക് നോക്കാം. ഓക്കെ മാഡം. ടീന, നോക്കാം. എന്തുപറ്റി? ഇതുവരെ ഓക്കെ ആയിരുന്നല്ലോ. ഒന്നുകൂടി നോക്കാം. ഇതുവരെ പുഷ്പം പോലെ പാടിക്കൊണ്ടിരുന്ന കുട്ടിയാ. മോൾക്ക് പേടി കൊണ്ടാ മാഡം. മാഡത്തിനെ പോലെ ഒരാളുടെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, എനിക്ക് മനസ്സിലാവും. പേടിക്കണ്ടടോ. നമ്മുടെ മുന്നിലിരിക്കുന്നത് ആരാണെന്നല്ല, നമ്മുടെ മനസ്സിലിരിക്കുന്ന സംഗീതത്തിൽ നമ്മൾ കോൺഫിഡൻസ് ആണോ എന്ന് മാത്രം നോക്കേണ്ടതുള്ളൂ. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ
നമുക്ക് എവിടെയും നമുക്കറിയാവുന്ന സംഗീതം അതിന്റെ ആഴത്തിൽ പാടാനാവും. മോൾ ഒന്നുകൂടി ശ്രമിക്കുക. ശ്രീ, ഇപ്പൊ എന്താ ചെയ്യാ? സോറി മാഡം, ഞാനിപ്പോ ഒരുപാട് റിഹേഴ്സൽ കൊടുത്തതാണ്. നന്നായിട്ട് പാടുകയും ചെയ്തിരുന്നു. ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇരിക്കുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ കുട്ടി തനിച്ച് പാടട്ടെ. അല്ല മാം, പിണക്കവും ദേഷ്യമൊന്നും അല്ലടോ. ആ കുട്ടിക്ക് അല്പം ഫ്രീഡം കൊടുക്കുന്നു. ഞങ്ങൾ റൂമിൽ ഇരുന്നോളാം. എല്ലാം ഓക്കെ ആവുമ്പോ എന്നെ വിളിച്ചാൽ മതി. ബുദ്ധിമുട്ടായല്ലേ മാഡം? എന്റെ തുടക്കകാലത്ത് എനിക്ക് വേണ്ടി വേറൊരാൾ ഇതുപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഈ കുട്ടിയുടെ തുടക്കത്തിൽ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഇതൊക്കെ സാധാരണല്ലേ? അശ്വതീച്ചി വരും. ഭാഗ്യമെന്ന് പറഞ്ഞാ മതിയല്ലോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇട്ടിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. ശരിയാ, ഇത്രയും വലിയൊരാളിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ടീന, വാട്ട് ഹാപ്പൻ? തുടങ്ങാമോ നോക്ക്? ഓക്കെ സർ. റെഡി മാഡം? മോനെ, വയറ്റിൽ ചുമന്നതിന്റെയും പ്രസവിച്ചതിന്റെയും ഒക്കെ കണക്ക് പറയുന്നത് ഇപ്പൊ ഏറ്റവും വലിയ നാണക്കേടായിട്ടല്ലേ നിങ്ങൾക്കൊക്കെ തോന്നുന്നത്? എന്നാലും ഞങ്ങൾ അമ്മമാര് നാണം കെട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾ ഈ അമ്മമാരുടെ ലോകമെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ ലോകത്തിനെ ഞങ്ങള് മഹാരാജ്യമാക്കും. എന്നിട്ട് അവിടെ മക്കളെ പിടിച്ച് രാജകുമാരനും രാജകുമാരിയും ഒക്കെ ആക്കും. നിങ്ങളെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് രസമാ. നിങ്ങളെ നിങ്ങളുടെ കടമ കാണിക്കാതെ ജീവിതത്തിൽ ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുമ്പോ എല്ലാ കണക്കുകൂട്ടലും അങ്ങ് പോകും. രാജകുമാരനെ പോലെ കാണണമെന്ന് വിചാരിച്ച സ്ഥലത്ത് നിങ്ങൾ തെരുവിലോ ആളുകളെ തല്ലുകൂടുന്നതിന്റെ ഇടയിലോ ഒക്കെ നിൽക്കുന്നത് കാണുമ്പോ വയറിനകത്തൊരു എരിച്ചിലുണ്ടാകും. അമ്മ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മാഡം, പെർഫെക്റ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.